ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ അർട്ടൈ ആപ്പിൽ ഒരുപാട് പേർക്ക് മെസ്സേജസ് ഡിലീറ്റ് ചെയ്യേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് അർട്ടൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതാണ് ചാറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ആ ചാറ്റിനെ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു ചാറ്റിനെ ഡിലീറ്റ് ചെയ്യണം. സോ ഇവിടെ ലോങ് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ഇതൊക്കെ യൂസ്ഫുൾ ഓപ്ഷൻസ് ആണ്. ഇവിടെ റിപ്ലൈ ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ മെസ്സേജിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെൻഡ് എന്ന് കൊടുക്കുക, സെൻഡ് ആവും. ഓക്കെ, സോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഫോർവേഡ് ചെയ്യാൻ പറ്റും, സ്റ്റാർ, പിൻ മെസ്സേജസ്. ഓക്കെ, സോ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. സോ ലാസ്റ്റ് കാണുന്ന ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് എന്ന് കൊടുക്കുക. സോ ഡിലീറ്റ് ആവും. ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. എന്നാലും നിങ്ങൾ വൺ ടൈം ഡിലീറ്റ് ചെയ്താൽ അത് രണ്ട് സൈഡും ഡിലീറ്റ് ആകും. സെൻറ്ററിനും ഡിലീറ്റ് ആകും, റിസീവറിനും ഡിലീറ്റ് ആകും. ഓക്കെ, ഇവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ബെറ്റർ ആയിരിക്കുമായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ടില്ല. അത് ചിലപ്പം ഇൻ കേസ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ അത് സോൾവ് ആകുമെന്ന് തോന്നുന്നു. അതിനുശേഷം എൻഡ് ടു എൻഡ് ഫ്യൂച്ചറും ഇതിൽ കൊടുത്തിട്ടില്ല. അതും ചിലപ്പം നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഫിക്സ് ആകാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ഫ്യൂച്ചറൊക്കെ വാട്സപ്പിൽ അവൈലബിൾ ആണ്, പക്ഷെ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ഇല്ല. ഇത് വന്നിട്ട് ഇപ്പോൾ ലോഞ്ച് ആയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും. സോ പുതിയ അപ്ഡേറ്റ്സിൽ വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെയും ബൈ.